പട്ടിണിയായ മനുഷ്യ, പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് ജർമ്മൻ കവി ബ്രെത്ത് പാടിയത് 1950-കൾക്ക് മുൻപാണ്. തൊഴിലില്ലാതെ, തൊഴിലവസരങ്ങളില്ലാതെ പുസ്തകം കയ്യിലെടുത്തത് കൊണ്ട് മാത്രം പട്ടിണി അകറ്റാൻ പറ്റില്ലെന്ന് 21-ാം നൂറ്റാണ്ടിലെ യുവത്വം. മരം വെട്ടി ഉണ്ടാക്കുന്ന പേപ്പറുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് പ്രകൃതിക്ക് നല്ലതാണ്. ഈ വായന അഥവാ ഫോൺ വായന കാലഘട്ടത്തിന് അനുരൂപമെന്ന് പുതുമ. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ പോരെ. ഈ വേസ്റ്റ് അഥവാ ഇലക്ട്രോണിക് മാലിന്യങ്ങളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പഴമ. പുസ്തകം വാങ്ങി വായിക്കുന്നത് സാംസ്കാരിക പ്രവർത്തനമാണെന്നും ഫോൺ വായനാ സംസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കുന്നുവെന്നും പണ്ഡിതഭാഷ്യം. സംസ്കാരം എന്ന വാക്കു തന്നെ കളവല്ലേ എന്ന് ജെൻസി. എന്തായാലും വായന മരിക്കില്ല എന്നുറപ്പിച്ച് പറയാം. വിജ്ഞാനമായും കൗതുകമായും ആനന്ദമായും ആവേശമായും അത് തുടരും. പുസ്തക വായനയിലൂടെയും ഫോൺ വായനയിലൂടെയും ലോകാന്ത്യത്തോളം വായന തുടരട്ടെ. പക്ഷേ വായന വെറുതെ വായിച്ചിരുന്നത് കൊണ്ട് മാത്രം കാലഘട്ടത്തിന് അനുരൂപമായി പട്ടിണി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നില്ല. ദിവസങ്ങൾ നീണ്ട വായനയിലൂടെ ലഭിക്കുന്നത് ഒറ്റ സെക്കൻഡിൽ അടുക്കി പെറുക്കി നമ്മുടെ മുൻപിലെത്തിക്കുന്ന AI കാലഘട്ടത്തിൽ വായനയും പുസ്തക സംസ്കാരവും പുസ്തക പ്രസാധനവും കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരു ജനതയെ മുഴുവൻ വായിക്കാൻ പഠിപ്പിച്ച പൂർവ്വസൂരികളായ നമ്മുടെ സാഹിത്യകാരന്മാർക്ക് പ്രണാമം. PN പണിക്കർക്കും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും അഭിവാദ്യങ്ങൾ.